ഇടുക്കി ആനയിറങ്കൽ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവേശന ഫീസ് ഈടാക്കുന്നതിന് സ്വകാര്യ സൊസൈറ്റിക്ക് അനുമതി നൽകി ഹൈഡൽ ടൂറിസം ഡയറക്ടർ ഇറക്കിയ ഉത്തരവിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി കോൺഗ്രസ്. ഉന്നത ഉദ്യോഗസ്ഥർക്കും ഇലക്ഷൻ കമ്മീഷനും പരാതി നൽകുമെന്ന് കെപിസിസി മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പ്രവർത്തനം നിലച്ചുകിടക്കുന്ന ആനയിറങ്കൽ ടൂറിസം സെന്ററിലേക്ക് എത്തുന്ന ആളുകളിൽ നിന്നും പ്രവേശന ഫീസ് ഈടാക്കുവാൻ കോടതി ഉത്തരവിൽ തന്നെ പ്രവർത്തിക്കുന്ന അമ്യൂസ്മെന്റ് പാർക്ക് നടത്തുന്ന സ്പർശം ടൂറിസം ചാരിറ്റബിൾ സൊസൈറ്റിക്ക് അനുമതി നൽകി കഴിഞ്ഞ 9-ാം തീയതിയാണ് ഹൈഡൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഉത്തരവിറക്കിയത്. ഇതിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. ഇതോടൊപ്പമാണ് ഉന്നത ഉദ്യോഗസ്ഥർക്കും ഇലക്ഷൻ കമ്മീഷനും പരാതി നൽകുവാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറെടുക്കുന്നത്. ആനയിറങ്കലിലെ ഹൈഡൽ ടൂറിസത്തെ ഞങ്ങൾ എന്നും പിന്തുണച്ചിട്ടുള്ളവരാണ്. പക്ഷേ ആ ടൂറിസത്തിൻ്റെ മറവിൽ സർക്കാരിൻ്റെ ഭൂമി CPM-നും CPM-ന്റെ ബിനാമി സൊസൈറ്റികൾക്കും പതിച്ചു കൊടുത്ത് നാട്ടുകാരെ ചൂഷണം ചെയ്യാനുള്ള നടപടിക്കെതിരെയാണ് ഞങ്ങളുടെ സമരം. അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് മേലധികാരികൾക്കൊക്കെ പരാതി കൊടുക്കും. ഇത് ഇലക്ഷൻ്റെ ഒരു വയലേഷൻ ആയതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനിൽ ഞങ്ങൾ പരാതി കൊടുക്കും. കോൺഗ്രസ് ടൂറിസം പദ്ധതികൾക്കെതിരല്ല. പദ്ധതി KSEB നേരിട്ട് നടത്തുകയോ DTPCക്ക് നൽകുകയോ ചെയ്യണം. ഇല്ല എങ്കിൽ ലേലം ചെയ്ത് നിയമപരമായി വിട്ടുകൊടുക്കണമെന്നും സർക്കാർ ഭൂമി CPM-ന് പണമുണ്ടാക്കാനുള്ള വേദിയാക്കരുതെന്നും KPCC മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇലക്ട്രിസിറ്റി ബോർഡ് ഒന്നുകിൽ നേരിട്ട് ഈ ഹൈഡൽ ടൂറിസം പ്രോജക്റ്റ് നടത്തുക, അല്ല എങ്കിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിനെ കൊണ്ട് നടത്തിക്കുക. ഇനി ഇവർക്ക് രണ്ടു കൂട്ടർക്കും പറ്റുന്നില്ല എങ്കിൽ ഓപ്പൺ ലേലം നടത്തി ഏറ്റവും കൂടുതൽ ലേലത്തുക കൊടുക്കുന്ന വ്യക്തികളോ സംഘടനകളോ അവർക്ക് കൊടുക്കുക. അതല്ലാതെ സർക്കാരിൻ്റെ ഭൂമികൾ CPM-ന് പണമുണ്ടാക്കാനായിട്ടുള്ള വേദികളാക്കി മാറ്റരുത്. എന്നാൽ പ്രവേശന ഫീസ് ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ടിറക്കിയ ഉത്തരവിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉയർന്നാൽ ഉത്തരവ് പുനഃപരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിവാദങ്ങളും പരാതികളും ഉയർന്ന സാഹചര്യത്തിൽ നിലവിലിറക്കിയ ഉത്തരവ് റദ്ദു ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയുവാൻ കഴിയില്ല. റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.